മെട്രിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഐഡിയ ഉണ്ടോ? അപ്പോൾ നമ്മളൊരു 12th സ്റ്റാൻഡേർഡിലൊക്കെ കുറേ പഠിച്ചതാണ്. അതിൻ്റെ ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് വേർഷനാണ് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിക്സിൽ തന്നെ ലൈക്ക് നിറയെ ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ മെട്രിക്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോർമൽ മെട്രിക്സ് ഞാനൊരു എ എന്നാണ് നെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ എ 1 2 3 4 5 6. ഓക്കെ, ഇതിൻ്റെ ഓർഡർ പറയാൻ കഴിയുമോ? ഓക്കെ, ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 into 3 ആണ്. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളം നോക്കുക, റോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് 2 റോവും 3 കോളമുമാണ് ഉള്ളത്. അപ്പോൾ റോ ഇൻറ്റു കോളമാണ് ഓർഡർ വരാം. ഓക്കെ, അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ ചെറുങ്ങനെ നോട്ട് ചെയ്യാം. ഓർഡർ ഓഫ് മെട്രിക്സ്. ഓർഡർ ഓഫ് മെട്രിക്സ് എന്താണ്? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, ഇതാണ് ഓർഡർ ഓഫ് മെട്രിക്സ്. ഓക്കെ, ഇനി നമുക്ക് കുറേ ടൈപ്സ് ഓഫ് മെട്രിക്സ് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, സ്ക്വയർ മെട്രിക്സിൽ ഇതിന് വേന്ന് നമ്മൾ നെയിം ചെയ്യാം 1 2 3 4. ഇതിൻ്റെ ഓർഡർ 2 into 2 ആണ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, കാരണം ഈക്വൽ റോവും ഈക്വൽ കോളവും ആണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ m into m, അതായത് റോ ഈക്വൽ കോളം ഈക്വൽ. അതുകൊണ്ട് തന്നെ ഇതിനെ സ്ക്വയർ മെട്രിക്സ് എന്നാണ് പറയാം. ഇത് 2 into 2. ഇനി 3 into 3 ആണെങ്കിലോ b equal to 1 2 3 4 5 6 7 8 9. ഇതാണൊരു 3 into 3 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ 3 into 3 മെട്രിക്സും കണ്ടു. ഓക്കെ, ഇതിൽ 3 റോസും 3 കോളംസും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാൽ മതി എന്നറിയാമോ? ഇപ്പോൾ കോളംസും റോസും കൺഫ്യൂഷനുള്ള ആൾക്കാരെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കോളം എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്. ഓക്കെ, അതായത് വേർട്ടിക്കലി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി റോ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് മെട്രിക്സ് നോക്കാം, അതായത് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡയഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയഗണലായിട്ട് മാത്രമായിരിക്കും നമ്പേഴ്സ് ഉണ്ടാവുക, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 3 into 3 മെട്രിക്സ് എന്ന് തരാം. 0 0 2 0 0 0 3. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 3 into 3. ഓക്കെ, ഇപ്പോൾ ഓർഡർ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കുമല്ലോ. ഇങ്ങനെയാണ് ഡയഗണൽ മെട്രിക്സ് ഉള്ളത്. ഇനി ഒരു സ്കേലാർ മെട്രിക്സ് നോക്കുവാണെങ്കിൽ സ്കേലാർ മെട്രിക്സ്, അതും a equal to സ്കേലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗണലി എല്ലാ ഒരു നമ്പർ ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ 8 ആ നമ്പർ എടുക്കുന്നതെന്ന് വിചാരിച്ചോ, 8 0 0 0 8 0 0 0 8. ഓക്കെ, ഇതാണ് ഡയഗണൽ എന്താ പറയുക സ്കേലാർ മെട്രിക്സ്. ഡയഗണലി നോക്കുമ്പോൾ സെയിം നമ്പർ ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രം ഈ പൊസിഷനിൽ മാത്രമായിരിക്കും എന്ത് വരുന്നത്, ഈ ഡയഗണലി മാത്രമായിരിക്കും നമ്പേഴ്സ് വരുന്നുണ്ടാവുക, ബാക്കിയുള്ള സീറോസ് ആയിരിക്കും വരുന്നുണ്ടാവുക, വാല്യൂസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതും 3 into 3 മെട്രിക്സ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് നോക്കാം. ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഇതിൽ വന്നിട്ട് I എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഐഡൻറ്റിറ്റി മെട്രിക്സിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡയഗണലി 1 മാത്രമായിരിക്കും വരുന്നത്, വാല്യൂ വരുന്നത് 1 മാത്രമായിരിക്കും, ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇതും 3 into 3 ഓർഡറിലാണ് ഞാൻ എഴുതുന്നത്. ഇപ്പോൾ 2 into 2 ഓർഡറിൽ എഴുതണമെങ്കിൽ I equal to 0 0. ഓക്കെ, ഇതാണ് 2 into 2, ഇത് 3 into 3. ഓക്കെ, ഈ ഓർഡറിലാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്നത്. ഇനി നൾ മെട്രിക്സ് നോക്കുവാണെങ്കിൽ ഓക്കെ, നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മൊത്തം 0 ആയിരിക്കും. അതിനെ n വെച്ചിട്ടോ അഥവാ 5 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഒരു 2 into 2 മെട്രിക്സ് ചെയ്താൽ 0 0 0 0. ഓക്കെ, 2 into 2 ഇത് ഒരു നൾ മെട്രിക്സ് ആണ്. ഇത് ഇനി 3 എഴുതുവാണെങ്കിൽ 0 0 0 ഫുള്ളും വാല്യൂ 0 ആയിരിക്കും. ഇതിനാണ് നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ എല്ലാം ക്ലിയർ അല്ലേ?
ഓക്കെ, ഇപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഓക്കെ, ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. എന്തല്ല? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, പിന്നെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇതിൽ അപ്പർ നോക്കാം നമുക്ക്. A = 1 2 3 4 5 6. ബാക്കി പ്ലേസിലെല്ലാം 0 ആയിരിക്കും വരും. ഓക്കെ, അതൊക്കെ 3x3 മെട്രിക്സ് ആണ് ഇതൊന്ന്. ഇനി ലോവർ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6. ഈ പ്ലേസിലൊക്കെ 0 ആയിരിക്കും വരും. അതായത് ഈ ഒരു ഓർഡറിൽ ലോവറിലാണല്ലോ ട്രയാങ്കിൾ ആണെന്ന്, അതുകൊണ്ടാണ് ഇതിൻ്റെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ അപ്പറിലാണല്ലോ കാണുന്നത്, അതുകൊണ്ടാണ് ഇതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ട്രാൻസ്പോസാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ട്രാൻസ്പോസ് ഒരു മെട്രിക്സ് ABC DEF GHI. ഓക്കെ, ഇതാണ് മെട്രിക്സ് ആണെന്നുള്ളത്. ഇതിനെങ്ങനെയാണ് ട്രാൻസ്പോസ് ആക്കി എഴുതാം? അതായത് ഈ ട്രാൻസ്പോസ് എന്നോടാ A 4 T ഇട്ടാൽ ഈ ട്രാൻസ്പോസ് എന്നാണ് വായിക്കാം. അത് ഇട്ടിട്ട് പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലൈനിൽ കാണുന്നില്ലേ, ഇത് നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, PABC ഇങ്ങനെ എഴുതാം. പിന്നെ അടുത്തത് കാണുന്ന DEF, അപ്പോൾ DEF GHI. ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസ്പോസ് കിട്ടുക. അതായത് ഈ സെയിം സാധനത്തിന് ഓർഡർ ഉൾട്ടയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. അപ്പോൾ അടുത്തത് നോക്കാനുള്ളത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് സിമ്മട്രിക് മെട്രിക്സിൻ്റെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ A മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കലാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് മെട്രിക്സ് A 1 2 4 2 3 6 4 6 4. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ട്രാൻസ്പോസ് എടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ളത് ഈ റോയിലുള്ളത് കാര്യം എടുത്തിട്ട് കോളത്തിൽ എഴുതാം. അങ്ങനെയാണ് ഈ മെട്രിക്സ് കിട്ടുക. ഓക്കെ, അപ്പം ഫസ്റ്റ് ഈ 1 2 4 1 2 4 2 3 6 4 6 4. ഓക്കെ, ഇതെടുത്തിട്ട് എഴുതിയല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടാണ് എഴുതിയത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ 1 2 4 1 2 4 2 3 6 2 3 6 സെയിം അല്ല കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് മാറ്റി എഴുതിയിട്ടും അതേ രണ്ടും സിമിലർ തന്നെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്ന സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് പരിചയപ്പെടാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ A = -A ട്രാൻസ്പോസ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ നോക്കാം. A = 0 -1 -2 1 0 3 2 -3 0. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് മെട്രിക്സ്. ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താവും? ഈ ഫസ്റ്റ് ഈ നമ്പറാണ് നമ്മൾ താഴത്തേക്ക് എടുത്ത് എഴുതേണ്ടത്. കാണുന്നുണ്ടോ? ഓക്കെ, 0 -1 -2 1 0 3 2 -3 0. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് ഇപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കിട്ടിയ ആൻസറിൻ്റെ നെഗറ്റീവ് ആക്കാം. ഇപ്പം നെഗറ്റീവ് ആക്കാന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിൻ്റെ സൈന് എല്ലാത്തിനും സൈന് മാറ്റിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ 0 1ൻ്റെ സ്ഥലത്ത് -1 വരും, 2ൻ്റെ സ്ഥലത്ത് -2 വരും, -1ൻ്റെ സ്ഥലത്ത് 1 വരും, 0 റിമെയിൻസ് സെയിം, -3 3 ആവും, -2 2 ആകും, 3 -3 ആകും, പിന്നെ 0 0 തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനും ഇത് നോക്ക്, ഇത് എന്താ പറയുക സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ. അതായത് ഇതിൻ്റെ നമുക്ക് തന്നതിനെ ട്രാൻസ്പോസ് എടുത്തിട്ട് ആ കിട്ടിയ ആൻസർ വെച്ചിട്ട് അതിനെ മൈനസ് ചെയ്യുക, അതായത് സൈന് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ്
നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് എന്താ പറയുക മെട്രിക്സിൻ്റെ ടൈപ്സ് വന്നിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്.